ജയസൂര്യ സാർ, ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അവർ പല സംസ്ഥാനങ്ങളിലും അവരുടെ ഭരണത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ ഭരണം കിട്ടി ആ നഗരത്തിലേക്ക് അവരുടെ ഭരണം വന്നു കഴിഞ്ഞ് പിന്നെ പതിയെ പതിയെ ഗ്രാജ്വലി ഉള്ള ഗ്രോത്ത് പല സംസ്ഥാനങ്ങളിലും അവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും ആദ്യമേ ഒരു ഫലഭൂയിഷ്ടമായ ഒരു താമരക്കുളമൊന്നും ആയിരുന്നില്ല. ഒരു താമരമുട്ട് വിരിയിച്ച് കഴിഞ്ഞ് പിന്നെ താമരമുട്ടുകൾ പലതും അവർ വിരിയിച്ച് അങ്ങനെയാണ് ഒരു കുളത്തിൽ നിറയെ താമരമുട്ടുകളാകുന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് BJP തലസ്ഥാന ഭരണം ഏറ്റുപിടിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം വരുന്നു എന്ന് പറയുന്നു തലസ്ഥാനത്തേക്ക്. സർ, ഇത് കേരളത്തിലേക്ക് അവരുടെ ചുവടുവെപ്പിൻ്റെ നാന്ദി കുറിക്കലാണോ, അതിൻ്റെ തുടക്കമാണോ? ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ ഇത് ശരിക്കും വളരെ വളരെ ഇതായിട്ട് കാണേണ്ടതല്ലേ? എന്ത് പറയുന്നു സർ ഇതുവരെയുള്ള ആ രീതി അനുസരിച്ച് BJP? തിരുവനന്തപുരത്തിന്റെ ഭരണം, അതായത് കോർപ്പറേഷൻ ഭരണം BJP ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് അവിടുത്തെ വോട്ടർമാർ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാര് പെൻഷനായിട്ട് അവരവിടുത്തെ നിവാസികളായിട്ടും അവരുടെ മക്കള് അവിടെ വിദ്യാർത്ഥികളായിട്ടും എല്ലാ രീതിയിലും ഒരു കേരളത്തിന്റെ പരിച്ഛേദമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ LDF-നും UDF-നും കൂടി ചേർത്താൽ പോലും BJP-യുടെ ഒപ്പം വോട്ടില്ല, അല്ലെങ്കിൽ സീറ്റില്ല എന്നുള്ളതാണ് സത്യം. അതായത് കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ട് ചായുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഐക്കണാണ്, സൂചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് മുമ്പ് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമോ അല്ലെങ്കിൽ കോഴിക്കോട് പിടിക്കുമോ എന്നൊക്കെ ആയിരുന്നു സംസാരമുണ്ടായിരുന്നത്. കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു, കോഴിക്കോട് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം കൊല്ലത്തുണ്ടായി. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് മുമ്പ് മറ്റു പലതും സംഭവിക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും സംഭവിച്ചത് തിരുവനന്തപുരത്തിന്റെ ഭരണമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉള്ളില് 4 അസംബ്ലി മണ്ഡലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ 4 അസംബ്ലി മണ്ഡലങ്ങളുടെ കാര്യം തീരുമാനമായി. മാത്രമല്ല, ഇന്നിപ്പോൾ അതിന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ത്രിതല ഗ്രാമപഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 10-ലധികം സീറ്റുകൾ BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ആകെ അസംബ്ലി സീറ്റിന്റെ ഭൂരിപക്ഷവും BJP ജയിക്കും എന്നാണ്. അതോടൊപ്പം മറ്റു പ്രദേശങ്ങളിലും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ തുടക്കം കുറിച്ചത് ഇപ്പൊ അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഡൽഹിയിൽ നമ്മൾ കണ്ടു, അത് മുംബൈയിൽ നമ്മൾ കണ്ടു, അത് അഹമ്മദാബാദിൽ കണ്ടു. അങ്ങനെ BJP ഭരണം പിടിച്ച സംസ്ഥാനങ്ങളുടെയൊക്കെ തലസ്ഥാനം, അവിടുത്തെ പ്രധാനപ്പെട്ട നഗരം ആദ്യം കീഴടക്കിയ ചരിത്രം BJP-ക്ക് ഉണ്ട്. ആ ചരിത്രത്തിന്റെ തനിയാവർത്തനം തന്നെ കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് ന്യായമായിട്ട് നമുക്ക് കരുതാം. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, BJP-ക്ക് കടന്നുകൂടാൻ കഴിയാത്ത ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം മേഖലകളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പറയുന്ന തിരുവനന്തപുരം. വലിയ ശക്തിയുണ്ട് അവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കിന്, അതിനേക്കാൾ ശക്തിയുണ്ട് അവിടുത്തെ ഇസ്ലാമിക വോട്ട് ബാങ്കിന്. അതൊക്കെ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് തന്നെയാണ് BJP ജയിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സൂചന കേരള ജനത തിരുവനന്തപുരത്തൂടെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് LDF-നും UDF-നും ഒരുപോലെ. കാരണം LDF-ന്റെ ഉറച്ച കോട്ടയെന്ന് അവർക്കും UDF-ന്റെ കോട്ടയെന്ന് UDF-നും ഒരുപോലെ അവകാശപ്പെടാവുന്ന തിരുവനന്തപുരം ഇത് രണ്ടുപേർക്കുമല്ല BJP-ക്കാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇത് നാളത്തെ കേരളത്തിനുള്ള വ്യക്തമായ ദിശാസൂചിക തന്നെയാണ്. ഇത് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യും എന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ വെച്ച് നമുക്ക് സംസാരിക്കാനും കഴിയും. ഏതാണ്ട് 41 അസംബ്ലി മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമായിട്ട്, അതിലിപ്പോ ഇടുക്കി ജില്ല മാത്രമേ ഒഴിച്ചു നിർത്താനുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും കൃത്യമായി 41ഓളം അസംബ്ലി സെഗ്മെന്റുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJP-ക്ക് കഴിയും. കാരണം 30,000-നും 40,000-നും മുകളിൽ വോട്ടുകൾ നേടിയ 41 മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും അടക്കം ഈ BJP-യുടെ വിത്തുകൾ വളരെ കൃത്യമായിട്ട് വിതച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുളച്ചു പൊങ്ങിയാൽ മാത്രം മതി എന്നുള്ളതാണ് വസ്തുത. സാർ, അപ്പോൾ
സാറ് പറയുന്നത് ഇത് ബി ജെ പിക്ക് അല്ല, കോൺഗ്രസിനും സി പി എമ്മിനുമാണ് ഇതിൽ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷമിക്കണം സാർ, അതായത് ബി ജെ പിക്ക് ഭരണമുണ്ടായിരുന്ന പലയിടങ്ങളിലും ഇപ്പോൾ ഭരണം നഷ്ടമായിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഈ ശബരിമല നിൽക്കുന്ന അവിടെ തന്നെ അവർക്ക് ഭരണം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിരവധി, അതുപോലെ നമ്മുടെ തൃപ്പൂണിത്തുറയും ഇങ്ങനെ അരാവരം നിന്നു, പിന്നെ കിട്ടിയോ, എനിക്ക് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റാറ്റസ് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഒരു അവസാന സ്റ്റേജ് എനിക്കറിയില്ല. ഏതായാലും തിരുവനന്തപുരം കിട്ടി ശരിയാണ്, പക്ഷേ ഇത് പടിപടിയായിട്ട് പൊങ്ങി വരുമെന്ന് തന്നെ സാറ് പറയുമ്പോൾ നഷ്ടമായതിനെക്കുറിച്ച് എന്താണ് സാർ ബി ജെ പിയുടെ വിലയിരുത്തൽ? അതായത് ബി ജെ പി ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ബി ജെ പിക്ക് നഷ്ടമായത് ഒരർത്ഥത്തിൽ ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാം. ആ പഞ്ചായത്തുകളും ആ മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫും എൽ ഡി എഫും ഒന്നാകേണ്ടി വന്നു. അവർ ഇന്ത്യ മുന്നണിയായി അവരുടെ മുഖം വ്യക്തമാകേണ്ടി വന്നു. മുഖം മൂടി വലിച്ച് വീഴ്ത്തപ്പെട്ടു. അതായത് ബി ജെ പിയെ തോപ്പിക്കണമെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിക്കണം. അങ്ങനെ ഒന്നിച്ചിടത്തൊക്കെയാണ് ബി ജെ പിയെ തോപ്പിക്കാൻ സാധിച്ചത്. ഇത് വോട്ടിങ്ങിൽ വളരെ വ്യക്തമാണ്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ബി ജെ പിക്ക് 30 പഞ്ചായത്തുകളിൽ ഭരണം കിട്ടിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഇതിൽ പല പഞ്ചായത്തുകളിലും അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട്. അതോടുകൂടി കേരള ജനതയ്ക്ക് ഒരു കാര്യം വ്യക്തമാകും, ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഇല്ല, ഇന്ത്യ മുന്നണി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണി ഒരു വശത്തും മറുവശത്ത് ബി ജെ പിയും എന്ന നിലയിൽ നേരിട്ട് ഏറ്റുമുട്ടട്ടെ എന്ന ഒരു നിലപാടിലേക്ക് കേരള ജനത മാറും. അതുകൊണ്ട് ബി ജെ പിക്ക് ഭരണം കിട്ടിയെടുത്ത് എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് ബി ജെ പിയെ താഴെ ഇറക്കുമ്പോൾ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ബി ജെ പി ഗുണമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. ഈ രണ്ട് മുന്നണികൾ അസ്തമിക്കുകയാണ്. അല്ല സാർ, അപ്പോൾ പിന്നെ ഈ 40 വർഷം കാലം തിരുവനന്തപുരം ഭരിച്ചിരുന്ന ഇരു രാഷ്ട്രീയ പാർട്ടികളും കൂടെ 40 വർഷത്തിൽ കൂടുതൽ ഇവിടെ തിരുവനന്തപുരം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എം എൽ എ, വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു എം എൽ എയോട് ഒരു പഴയ ഐ പി എസ് ഓഫീസറായ ശ്രീലേഖ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ സംസാരിച്ച രീതി, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസാരം ഒക്കെ നിൽക്കുമ്പോൾ ബി ജെ പി ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു പിടിച്ചടക്കൽ കാണിക്കുന്നില്ലേ എന്നൊരു തോന്നൽ സമൂഹത്തിന് ഉണ്ടാകുമോ? അതോ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോകുന്നു എന്നാണോ, സി പി എമ്മിന്റെ സർവ്വ കള്ളത്തരങ്ങളും? അല്ല, ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ ബോധ്യമായിട്ടുണ്ട്. ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുമ്പോൾ ഏതെങ്കിലും നിയമവിരുദ്ധമായ നടപടികളോട് അഴകുഴമ്പൻ സമീപനമല്ല സ്വീകരിക്കുന്നത്. നിയമപരമായി കൃത്യവും വ്യക്തവുമായ നടപടിയെടുക്കാൻ സാധിക്കുന്നിടത്ത് അത് എടുക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ബി ജെ പി? അപ്പോൾ അവിടെ എൽ ഡി എഫും യു ഡി എഫും പോരെ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ബി ജെ പി വന്നാൽ ചെയ്യേണ്ടത് ചെയ്യും എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ നരേന്ദ്രമോദി എത്തും, തിരുവനന്തപുരത്തേക്ക് വരും എന്ന് പറയുമ്പോൾ ഒരു സംശയം കൂടെ, അതുകൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. സാർ, നരേന്ദ്രമോദി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിലെ നേതാക്കൾക്കൊക്കെ സന്തോഷമാണ്. കേരളത്തിൽ ഇതാ ഒരു തലസ്ഥാനം തന്നെയാണ് ഭരിക്കുന്നത് ബി ജെ പി, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ സാർ, ഇതിപ്പോൾ ഇവിടുത്തെ ഒരു മേയർ, തിരുവനന്തപുരം മേയർ മുൻകാല ഇവരുടെ മേയർമാരോ അല്ലെങ്കിൽ കോർപ്പറേഷനകത്തോ കാണിച്ചിരുന്ന നീതികേടുകളുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണെങ്കിലും 3 മാസം കഴിഞ്ഞ് ഇനി ആരാണ് വരുന്നെങ്കിലും അതിനൊക്കെ ഒരു ശരിയായ ദിശയിൽ അന്വേഷണം ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടായി തീരുമോ എന്നുള്ളൊരു ആശങ്ക കൂടെ നമുക്കുണ്ട്. കാര്യം ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു പാലം വലിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന കേന്ദ്രത്തിലെ വാക്കിന് ഒരു അടിത്തറയിടുന്ന രീതിയിൽ കോൺഗ്രസിനെ മാറ്റാനായി ഇവർ തന്നെ വോട്ട് മറിച്ച് ഭൂരിപക്ഷ വോട്ടിൽ സി പി എം ഉണ്ടായിരുന്ന വോട്ട് താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നൊരു വർത്തമാനവും നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ മേയർ ഈ പഴയ കള്ളത്തരങ്ങളിലേക്ക് അന്വേഷണത്തിന് പോയാൽ സംസ്ഥാനം വെട്ടുമ്പോൾ അവിടെ കേന്ദ്രത്തിന് സഹായിക്കാനുള്ള നിയമവശങ്ങൾ ഉണ്ടോ? കേവലം ഒരു നഗരഭരണത്തിന്, ഒരു നഗരഭരണത്തിന്റെ എല്ലാ പരിമിതികൾക്കും അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബി ജെ പിക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാൻ പോകുന്നത് വികസനം തന്നെയാണ്. അതായത് മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ സംസ്ഥാന തലസ്ഥാനത്തിലുള്ള വീഴ്ചകളും പോരായ്മകളും പരാധീനതകളും സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം എല്ലാ തലത്തിലും വളരെ വ്യക്തമായിട്ടുള്ള പുരോഗതി
വിസിബിൾ ആയി തീരുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമാകും, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഭരിക്കേണ്ടിയിരുന്നത് എന്ന്. അതോടൊപ്പം തന്നെ അഴിമതിക്ക് വേണ്ടി ഈ ഭരണകൂടത്തെ ഉപയോഗിച്ചിരുന്ന ആരെയും വെറുതെ വിടാനും മിക്കവാറും BJP ഉദ്ദേശിക്കുന്നില്ല. അതിന് നിയമപരമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകും, തീർച്ചയായിട്ടും വരാം. പക്ഷേ ജനങ്ങൾക്ക് അന്വേഷിക്കാൻ ആവശ്യപ്പെടാം, കേസുകളുമായിട്ട് മുന്നോട്ട് പോകാം. വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദൗത്യം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ അഴിമതിയുടെ പഴയകാല ഫയലുകളും തെളിവുകളും ഹാജരാക്കാൻ BJPയുടെ ഭരണകൂടം നിർബന്ധിതമാകും. അക്കാര്യത്തിൽ ഒളിച്ചോടുകയില്ല, വ്യക്തമായി മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ ജനങ്ങളും അവിടുത്തെ കോർപ്പറേഷൻ ഭരണവും ഒന്നിച്ചു ചേർന്നാൽ ഈ പറയുന്ന എല്ലാ അഴിമതികളെയും പുറത്തു കൊണ്ടുവരാനും സാധിക്കും. അതേസമയം തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് സാർ പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിനെ തടയിടാൻ ശ്രമിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് നേരിട്ടൊരു നഗരകാര്യങ്ങൾ ഇടപെടാൻ കഴിയുമോ? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടേണ്ട കാര്യം തന്നെ വരുന്നില്ല. ഇപ്പൊ കോടതിയിലേക്ക് പോകുന്നു. ഇപ്പൊ ശബരിമലയിലെ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്ത്? കേന്ദ്രം നേരിട്ട് ഇടപെട്ടിട്ടല്ലോ. എന്ന് പറയുന്ന പോലെ നിയമപരമായിട്ടുള്ള ഒരു നീക്കത്തിന് ജനങ്ങൾ തയ്യാറാവുകയും അതിന് നഗരഭരണകൂടം സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. അല്ലാതെ കേന്ദ്രത്തിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ സാർ ഒരു കാര്യം കൂടെ, ഈ അന്തർധാരയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വോട്ട് മറിച്ചു കൊടുത്തതാണെന്നും ദുർബലരായ സ്ഥാനാർത്ഥികളെ കഴക്കൂട്ടത്ത് ഇപ്പോഴത്തെ MLA ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ ഏർപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ കൂടെ കളിച്ചിട്ടാണ് ദുർബലരായ CPM സ്ഥാനാർത്ഥികളെ നിർത്തിയത്. CPMന്റെ വോട്ട് ഭൂരിപക്ഷ ഹിന്ദു വോട്ട്, SNDP സമുദായം പൂർണ്ണമായി മാറി വോട്ട് ചെയ്തതൊക്കെ അന്തർധാരയാണ് എന്നും പിണറായി വിജയനും പാർട്ടിയും പറഞ്ഞ് ഇവരെല്ലാം മാറിക്കുത്തിയതാണ് എന്നും ഒക്കെയുള്ള പറച്ചിലുണ്ട്. എന്താണ് സാർ അതിനെക്കുറിച്ച് പറയുന്നത്? അതായത് UDF പരാജയപ്പെടുന്നിടത്ത് BJP UDF അന്തർധാരയാണെന്നും LDF പരാജയപ്പെടുന്നിടത്ത് BJP LDF അന്തർധാരയാണെന്നും പരസ്പരം ആരോപിക്കുന്ന പതിവ് തുടങ്ങിയിട്ട് കാലം കുറയായി. അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഇതിന്റെ പൊരുൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ആരോപണങ്ങളെ കൊണ്ട് പുകമറ സൃഷ്ടിച്ചിട്ട് BJPയെ ആശയക്കുഴപ്പത്തിലാക്കാൻ, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പോൾ ഈ അന്തർധാര എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്? തീർച്ചയായിട്ടും വെറുതെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ ഈ ED അന്വേഷണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കളുടെ മേലുള്ള ED അന്വേഷണം, അദ്ദേഹത്തിന്റെ മേലുള്ള അന്വേഷണങ്ങൾ, ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരുതരം ഒരു നേർത്ത രീതിയിൽ പോകുന്നു? പിണറായിയുടെ അനുഭാവം ബഹുമാനപ്പെട്ട നമ്മുടെ അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അമാന്തം? എന്തുകൊണ്ട് സ്ലോ? അതായത് നമ്മുടെ നാട്ടില് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പത്രപ്രവർത്തനമാണ് നടക്കുന്നത്. അതായത് കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ, എന്നിട്ട് സുപ്രീം കോടതി എന്താ ഇങ്ങനെ? കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ, എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്താ ഇങ്ങനെ? CBI എന്താ ഇങ്ങനെ? ED എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ. അതായത് ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നതും CBI എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളല്ല, ഏതെങ്കിലും മന്ത്രിയുടെ കീഴെയുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല. അതൊക്കെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് കേസുകൾ എങ്ങനെ പോകണം, അന്വേഷണം എങ്ങനെ പോകണമെന്നൊന്നും ഇടപെടാൻ സുപ്രീം കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ റിസർവ് ബാങ്കിലാണെങ്കിലും അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലാണെങ്കിലും CBIയിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതേയില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുന്ന കാര്യവുമല്ല. അപ്പോൾ എന്തായാലും സാർ തൽക്കാലം ഞാൻ ടോപ്പിക്ക് നിർത്തുകയാണ്. ഏതായാലും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിൽ വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മേയർ പദവിയിൽ PV രാജേഷ് ചെന്ന് സ്വീകരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ എന്നെ ഇനി എന്നിങ്ങനെ സ്വീകരിക്കാൻ വരും എന്ന് നരേന്ദ്രമോദി ചോദിച്ച ആ വാക്കിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നമുക്ക് കാത്തിരിക്കാം. നന്ദി.